നമ്മൾ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി അതിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയും. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്, മാറ്റർ ഈസ് മേഡപ്പ് ഓഫ്, ദ്രവ്യം, എല്ലാ ദ്രവ്യങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾ കൊണ്ടാണെന്ന് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ വസ്തുക്കളും, മനുഷ്യനാണെങ്കിലും മൃഗമായാലും മേശ, കസേര, പഞ്ചസാര, ഉപ്പ്, അരി, ഇതെല്ലാം ആറ്റങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ പദാർത്ഥങ്ങളിലെയും എല്ലാ സബ്സ്റ്റൻസിലെയും ആറ്റങ്ങൾ ഒരുപോലെയല്ല. ഇപ്പോ ഇരുമ്പെടുക്കുകയാണ്, അയൺ എടുത്താൽ അതിലെ ആറ്റങ്ങൾ പോലെ ആയിരിക്കില്ല ചെമ്പ്, കോപ്പറിലെ ആറ്റങ്ങൾ. അപ്പോൾ ഓരോ പദാർത്ഥങ്ങളിലെയും ആറ്റങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഓരോ പദാർത്ഥങ്ങളിലെയും ആറ്റങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആ ആറ്റത്തില്, ഒരാറ്റത്തിൽ എന്തെല്ലാം ഉണ്ട് അത് നമുക്ക് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്തെല്ലാം ഉണ്ട് ഒരാറ്റത്തിൽ ആറ്റം എടുത്താൽ ആറ്റത്തിലുള്ള ഒരു ന്യൂക്ലിയസ് ആണുള്ളത്. ഒരു ന്യൂക്ലിയസ്. ഇതെന്താണ് ന്യൂക്ലിയസ്? ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഇനി ന്യൂക്ലിയസിന് ചുറ്റും എന്താണ്? ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. പ്രോട്ടോണ് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജും ഈ നെഗറ്റീവ് ചാർജും ഉള്ള ഇന്ററാക്ഷൻ അവ തമ്മിലുള്ള ബലം കാരണമാണ് ഇവ ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സമസ്ഥിതിയിൽ നിന്ന് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ട് ഇരിക്കുന്നതെന്ന് പറയാം. ഇനി ന്യൂട്രോണിനാവട്ടെ എന്താണ്? ചാർജും ഇല്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആറ്റങ്ങൾ വ്യത്യസ്തമാകുവാൻ കാരണം, ഓരോ പദാർത്ഥങ്ങളിലെയും ഓരോ സബ്സ്റ്റൻസിലെയും ആറ്റങ്ങൾ വ്യത്യസ്തമാകുവാൻ കാരണം ഇതിലെ പ്രോട്ടോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം ഇവ വ്യത്യാസപ്പെട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് പഞ്ചസാരയിലെ ആറ്റം പോലെയല്ല ഉപ്പിന്റെ ആറ്റം. കാരണം എന്താണ്? പഞ്ചസാരയിലുള്ള പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇലക്ട്രോണുകളും എണ്ണത്തിൽ ഉപ്പിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഓരോ മനുഷ്യര്, പണക്കാരൻ, പാവപ്പെട്ടവൻ, മിഡിൽ ക്ലാസ്, ഇങ്ങനെ തിരിക്കാൻ കാരണം എന്താണ്? ഇവന്റെ കയ്യിൽ എത്ര പണമുണ്ട് എന്നനുസരിച്ചാണ് അല്ലെ. കൂടുതൽ പണമുള്ളവൻ പണക്കാരൻ, അല്പം വളരെ കുറച്ച് പണമുള്ളവൻ പാവപ്പെട്ടവൻ. എന്നാൽ ആവശ്യത്തിന് പണമുണ്ട്, അവൻ മിഡിൽ ക്ലാസ്. അതുപോലെയാണ് ആറ്റങ്ങളും. ആറ്റങ്ങൾക്ക് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം കൂടുമ്പോൾ അത് വേറൊരു സാധനമായി മാറും. പണക്കാരൻ മനുഷ്യൻ തന്നെയാണ് പണക്കാരൻ എന്ന് പറഞ്ഞ പോലെ എല്ലാ ആറ്റങ്ങൾ തന്നെയാണെങ്കിലും ചില പദാർത്ഥങ്ങളിലെ ആറ്റങ്ങൾ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെ എണ്ണം വളരെ കൂടുതലുള്ളവയായിരിക്കും. ചില പദാർത്ഥങ്ങളുടെ ആറ്റങ്ങൾ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെ എണ്ണം വളരെ കുറവുള്ളവയായിരിക്കും. അപ്പൊ ആറ്റങ്ങളിലെ പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ, ഇലക്ട്രോണുകൾ ഇവയിലുള്ള എണ്ണ വ്യത്യാസമാണ് എന്ത്? ഓരോരോ സബ്സ്റ്റൻസും ഡിഫറെന്റ് ആയിട്ടിരിക്കാനുള്ള കാരണം. എല്ലാ സബ്സ്റ്റൻസിലും ആറ്റങ്ങളുണ്ട്, അത് ശരി. പക്ഷെ എല്ലാ സബ്സ്റ്റൻസും ഒരുപോലെയാണ് ആണോ? അല്ല. കാരണം എന്താണ്? അവയിലെല്ലാം ആറ്റങ്ങൾ തന്നെയാണ് ഉള്ളതെങ്കിലും അവയുടെ ആറ്റങ്ങളിലുള്ള സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്, ആറ്റങ്ങളിലുള്ള ഘടനയിൽ വ്യത്യാസമുണ്ട്. ഈ ഘടനയിൽ എങ്ങനെയാണ് വ്യത്യാസം വരിക? പ്രോട്ടോണുകളിലെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നു, ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നു, ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നു. ഇതിനകത്ത് പ്രോട്ടോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇലക്ട്രോണുകളുടെ എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരു കല്യാണത്തിന് വിളിച്ചാൽ ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ചേ വരികയുള്ളൂ എങ്കിൽ, രാജൻ കല്യാണത്തിന് വന്നു എന്ന് പറഞ്ഞാൽ രാജമ്മയും വന്നു എന്ന് പറയണ്ട. കാരണം എന്താണ്? രാജന്റെ കൂടെ എപ്പോഴും രാജമ്മയും കാണും. രാജന്റെ കൂടെ ഒരു രാജമ്മയാണ് കാണുകയുള്ളൂ. അതുപോലെ പ്രോട്ടോണുകൾ 10 ഉണ്ട് ഒരു ആറ്റത്തിൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ എത്ര ഉണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. രാജന് ഒരു രാജമ്മയുള്ള പോലെ 10 പ്രോട്ടോണിന് എത്ര ഇലക്ട്രോൺ കാണും? 10 ഇലക്ട്രോണുകൾ കാണും. അതായത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമാണ്. അതാണ് അതിന്റെ അർത്ഥം. അപ്പോ ഒരു ആറ്റം എന്നാൽ എന്ത്? ആറ്റത്തിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഉണ്ട്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണുകൾ എത്രയുണ്ടോ അത്ര എണ്ണം തന്നെ ഇലക്ട്രോണുകൾ സാധാരണ അവസ്ഥയിൽ കാണും. അസാധാരണമായ അവസ്ഥകൾ പലതുമുണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ സാധാരണ അവസ്ഥയിൽ, ഓർഡിനറി കണ്ടീഷനിൽ പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും ഒരേ എണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജും ഉണ്ട്. ഇവിടെ 10 പ്രോട്ടോണിന്റെയും 10 പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, 10 ഇലക്ട്രോണിന്റെയും 10 നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പൊ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തുല്യമായിരിക്കുന്നിടത്തോളം കാലം എന്താണ്? ഇതിന് സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് പറയാം, ഇതിന് സ്ഥിരതയുണ്ടെന്ന് പറയാം. ഓക്കെ, ഇതാണ് ആറ്റത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ.
ഇനി നമുക്ക് അല്പം കൂടി ഇനി നമുക്ക് ഈ ഇലക്ട്രോണുകൾ ആറ്റത്തിന് ചുറ്റും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് പഠിക്കാം. ആറ്റത്തിന് ചുറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഇലക്ട്രോണുകളുണ്ട്. ഈ ഇലക്ട്രോണുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇലക്ട്രോണുകൾ ഇങ്ങനെ വിന്യസിച്ചിരിക്കുന്നത് ഷെല്ലുകളിലാണ്. എവിടെ? ഷെല്ലുകൾ, ഷെല്ലുകളാണ്. ഷെല്ലുകളിൽ വെറുതെ അടുക്കി വെച്ചിരിക്കുകയല്ല, ഷെല്ലുകളിൽ തന്നെ പിന്നെ മറ്റൊരു സാധനമുണ്ട്. എന്താണ്? സബ് ഷെല്ലുകൾ. ഇപ്പോ ഷെല്ലുകളിൽ സബ് ഷെല്ലുകളുണ്ട്. ആ സബ് ഷെല്ലുകളിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാം. ഷെല്ലുകൾ എന്തെല്ലാം ഷെല്ലുണ്ട്? ന്യൂക്ലിയസിനോട് അടുത്ത ഷെല്ലാണ് ഒന്നാമത്തെ ഷെൽ, അതിനെ കെ ഷെൽ. ഒന്നാമത്തെ ഷെല്ലിനെ കെ ഷെൽ എന്ന് പറയുന്നു. തൊട്ടടുത്ത ഷെല്ലാണ് രണ്ടാമത്തെ ഷെല്ല്, എൽ ഷെൽ എന്ന് പറയുന്നു. അടുത്ത ഷെല്ലാണ് മൂന്നാമത്തെ ഷെൽ അഥവാ എം ഷെൽ എന്ന് പറയുന്നു. അടുത്ത ഷെല്ലാണ് നാലാമത്തെ ഷെൽ അഥവാ എൻ ഷെൽ എന്ന് പറയുന്നു. അതായത് ഒന്നാമത്തെ ഷെൽ, ഇവിടെ ഒന്നാമത്തെ ഷെൽ, രണ്ടാമത്തെ ഷെൽ, മൂന്നാമത്തെ ഷെൽ, നാലാമത്തെ ഷെൽ, അഞ്ചാമത്തെ ഷെൽ, അങ്ങനെയാണ് ഓരോ ഷെല്ലുകളിലായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. ഈ ഷെല്ലുകളിൽ തന്നെ എന്തുണ്ട്? സബ് ഷെല്ലുകളുണ്ട്. ഏതൊക്കെയാണ്? സബ് ഷെല്ലുകൾ. സബ് ഷെല്ലുണ്ട്. സബ് ഷെൽ ഏതൊക്കെയാണ്? സാധാരണ സബ് ഷെല്ലുകള് എസ് ഷെൽ, പി സബ് ഷെൽ, എസ് സബ് ഷെൽ, പി സബ് ഷെൽ, ഡി സബ് ഷെൽ, എഫ് സബ് ഷെൽ, ഇങ്ങനെ 4 തരം സബ് ഷെല്ലുകളാണ് ഉണ്ടാവുക. എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്നു. എസിൽ 2 ഇലക്ട്രോണുകൾ അടങ്ങും. പിയില് 6 ഇലക്ട്രോണുകൾ, ഡിയില് 10 ഇലക്ട്രോണുകൾ, എഫില് 14 ഇലക്ട്രോണുകൾ, അങ്ങനെയാണ് അത് കൊള്ളുക. മനസ്സിലായില്ലേ? അപ്പോ ഒരു ആറ്റത്തില് ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഷെല്ലുകളിൽ തന്നെ എന്തുണ്ട്? സബ് ഷെല്ലുകൾ ഉണ്ട്. അപ്പൊ സബ് ഷെല്ലിലാണ് ശരിക്കും ഇലക്ട്രോണുകൾ ഇരിക്കുന്നത്. അപ്പോൾ എത്ര സബ് ഷെല്ലുണ്ട്? എസ്, പി, ഡി, എഫ്, ഇങ്ങനെ 4 സബ് ഷെല്ലുകളുണ്ട്. എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, പി സബ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ, ഡി സബ് ഷെല്ലിൽ 10 ഇലക്ട്രോൺ, എഫ് സബ് ഷെല്ലിൽ 14 ഇലക്ട്രോൺ. ഇനി എങ്ങനെയാണ് ഇത് നിർത്തിയിരിക്കുന്നത് നോക്കാം. ഒരു ഷെല്ല് മാത്രമുള്ള ഒരു ആറ്റത്തെ എടുക്കുക. അതിനാകെ ഒരു ഷെല്ല് ഉള്ളൂ. ഒരു ഷെല്ല് മാത്രമുള്ള ഒരു ആറ്റം. അതിനാകെ ഈ കെ എന്ന് പറയുന്ന ഷെല്ല് മാത്രമേ ഉള്ളൂ. ഒരു ഷെല്ല് മാത്രമുള്ള ഒരു ആറ്റം. ഒരു ഷെല്ല്, ആദ്യത്തെ ഷെല്ലാണ് കെ ഷെൽ, ഒന്നാമത്തെ ഷെൽ. കെ ഷെല്ലിൽ ആകെ ഒരു സബ് ഷെല്ലേ ഉള്ളൂ. അത് എസ് സബ് ഷെല്ലാണ്. ഒരു സബ് ഷെല്ലുകളെ എസ് സബ് ഷെല്ലാണ്. അപ്പൊ എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? നമുക്കറിയാം, 2 ഇലക്ട്രോൺ കൊള്ളും. അപ്പൊ ടോട്ടൽ ഇലക്ട്രോൺ എത്രയാണ് ഇവിടെ? ടോട്ടൽ 2 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഒരു ഷെല്ല് മാത്രം, അതായത് കെ ഷെല്ല് മാത്രമുള്ള ഒരു ആറ്റം എടുത്താൽ ആ കെ ഷെല്ലിൽ ഒരേ ഒരു സബ് ഷെല്ലുള്ളൂ. കെ ഷെല്ലിന് ആകെ ഒരു സബ് ഷെല്ലുള്ളൂ. പാവം, അതിനാകെ ഒരു സബ് ഷെല്ലുള്ളൂ. അത് എസ് ആണ്. അതിനകത്ത് 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. ഓക്കെ. ഇനി 2 ഷെല്ലുകളുള്ള ഒരു ഇലക്ട്രോൺ ഒരു ആറ്റം എടുക്കുകയാണ്. 2 ഷെല്ലുകളുള്ള ഒരു ആറ്റം. അപ്പൊ എന്തൊക്കെയാണ്? കെ ഷെല്ലുമുണ്ട്, എൽ ഷെല്ലുമുണ്ട്, കെയുമുണ്ട്, പിന്നെയോ എല്ലുമുണ്ട്. അതിനകത്ത് നമുക്കറിയാം കെ ഷെല്ലിൽ, അതിനകത്ത് കെ എന്ന് പറയുന്ന ഷെല്ലില് എസ് സബ് ഷെല്ല് മാത്രമുണ്ട്. അതിനകത്ത് 2 ഇലക്ട്രോൺ ഉണ്ട്. അത് കഴിഞ്ഞു. ഇനി അടുത്ത ഷെല്ല് എൽ ഷെല്ലാണ്. എൽ ഷെല്ലിൽ എത്ര സബ് ഷെല്ലുണ്ട്? എല്ലില് എസ്, പി, ഇങ്ങനെ 2 സബ് ഷെല്ലുകൾ ഉണ്ട്. അപ്പൊ എസിലും പിയിലും, എസിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 ഇലക്ട്രോൺ കൊള്ളും. പിയിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? പിയിൽ 6 ഇലക്ട്രോൺ കൊള്ളും. അപ്പോ ഇതിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഈ രണ്ടാമത്തെ ഷെല്ലിൽ മൊത്തം 8 ഇലക്ട്രോൺ ഉണ്ട്. കണ്ടോ? അപ്പൊ ആ ആറ്റത്തെ സംബന്ധിച്ച് 2 ഷെല്ലുകളുണ്ട്, കെ ഷെൽ, എൽ ഷെൽ. അതായത് ഈ ഒന്നാമത്തെ ഷെല്ലും രണ്ടാമത്തെ ഷെല്ലുമുള്ള ഒരു ആറ്റമാണത്. അതിനകത്ത് ഒന്നാമത്തെ ഷെല്ലിൽ എസ് സബ് ഷെല്ലും ഉണ്ട്. അതിനകത്ത് 2 ഇലക്ട്രോൺ ഉണ്ട്. രണ്ടാമത്തെ ഷെല്ലിൽ ഒരു എസും ഒരു പിയും ഉണ്ട്. അതിന് 2s 2p എന്ന് പറയുന്നു. രണ്ടാമത്തെ ഷെല്ലിലുള്ള എസിന്റെ പേരാണ് 2s സബ് ഷെൽ. രണ്ടാമത്തെ ഷെല്ലിൽ പിയുടെ പേരാണ് 2p സബ് ഷെൽ. അപ്പൊ 2s സബ് ഷെല്ലില് 2 എണ്ണം, 2p സബ് ഷെല്ലില് 6 എണ്ണം, അങ്ങനെ 8 എണ്ണമുണ്ട്. അപ്പൊ ആറ്റത്തിൽ മൊത്തം എത്ര ഇലക്ട്രോൺ ഉണ്ട്? ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 നും 10 ഇലക്ട്രോൺ ഉണ്ട്. കാരണം എന്താണ്? ആ ആറ്റത്തിൽ 1, 2 ഇങ്ങനെ 2 ഷെല്ലുകളുണ്ട്. കെ എൽ എന്ന് പറയാം. ഒന്നാമത്തെ ഷെല്ലിൽ 1s എന്ന് പറയാം. 1s എന്ന് പറയുന്ന സബ് ഷെല്ലാണുള്ളത്. അതിനകത്ത് 2 ഇലക്ട്രോൺ ഉണ്ട്. രണ്ടാമത്തെ ഷെല്ലിൽ 1s എന്ന് പറയുന്ന ഒരു സബ് ഷെല്ലും അതിന് പി ഉണ്ട്. 2s എന്ന് പറയുന്ന സബ് ഷെല്ലും 2p എന്ന് പറയുന്ന സബ് ഷെല്ലും ഉണ്ട്. അപ്പോൾ 6 നും 2 8 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ. അപ്പൊ ആ കേസ് തീർന്നു.
ഇനി 3 ഷെല്ലുകളുള്ള ഒരു ആറ്റം, 3 ഷെല്ലുകളുണ്ട്. ഇതിന് 3 ഷെല്ലുകളുള്ള ആറ്റം. ഇത് കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട്, എം ഷെല്ലുണ്ട്, 3 ഷെല്ലുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കും 3 ഷെല്ലുള്ള ആറ്റം എന്ന് പറയുമ്പോൾ? അതിന് ഒന്നാമത്തെ ഷെല്ലില് 1 ഇലക്ട്രോൺ ഉണ്ട്, 2 ഇലക്ട്രോൺ ഉണ്ട്. എസ് സബ് ഷെല്ലേ ഉള്ളൂ, 2 ഇലക്ട്രോൺ ഉണ്ട്. രണ്ടാമത്തെ ഷെല്ലുണ്ടല്ലോ, രണ്ടാമത്തെ ഷെല്ലുണ്ടല്ലോ, രണ്ടാമത്തെ ഷെല്ല് എസ് പി, അതായത് 2s 2p എന്ന് പറയുന്നത് 2 സബ് ഷെൽ ഉണ്ട്. 2s 2 ഇലക്ട്രോൺ ഉണ്ട്, 2p 6 ഇലക്ട്രോൺ ഉണ്ട്. ഇനി അതിന് മൂന്നാമതൊരു ഷെല്ലും കൂടി ഉണ്ട്. ആ മൂന്നാമത്തെ ഷെല്ലിന്റെ പേരാണ് എം ഷെൽ എന്ന് പറയുന്നത്. ആ എം ഷെല്ലില് എത്ര ഇലക്ട്രോൺ, എത്ര സബ് ഷെല്ലുണ്ട്? മൂന്നാമത്തെയാണ് 3s എന്ന് പറയുന്ന സബ് ഷെല്ല്, 3p എന്ന് പറയുന്ന സബ് ഷെല്ല്, 3d എന്ന് പറയുന്ന സബ് ഷെല്ല്. ഇങ്ങനെ 3 സബ് ഷെല്ലുകളുണ്ട്. അപ്പൊ അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഫുൾ ഇലക്ട്രോൺ നിറഞ്ഞിരിക്കുവാണെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഈ എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിൽ നമുക്ക് 2 ഇലക്ട്രോൺ ഉണ്ടെന്ന് പറയാം. പിയിൽ 6 ആണല്ലോ, ഡിയില് 10 ഇലക്ട്രോൺ ആണ് കൊള്ളുക. അപ്പൊ ആ മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 2 8 10 18. അപ്പൊ 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ 18 ഇലക്ട്രോൺ. ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. അത്രയാണ് നിങ്ങൾ അന്ന് പഠിച്ചുള്ളൂ. പക്ഷെ ഇന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിലും അത് ഒന്നാമത്തെ ഷെല്ലില് 1s എന്ന് പറയുന്ന ഒരു സബ് ഷെൽ ഉണ്ട്, അതിനകത്താണ് 2 ഇലക്ട്രോൺ ഇരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ലുകളുണ്ട്, 2s 2p, 2s 2 ഇലക്ട്രോൺ, 2p 6 ഇലക്ട്രോൺ. മൂന്നാമത്തെ ഷെല്ലിൽ 1 2 3 സബ് ഷെല്ലുകളുണ്ട്, 3s 3p 3d, അങ്ങനെ 18 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അങ്ങനെ നാലാമത്തെ ഷെൽ ഉണ്ടെങ്കിലോ, നാലാമത്തെ ഷെല്ലില് എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. എസിൽ 2 ഇലക്ട്രോൺ, പിയിൽ 6 ഇലക്ട്രോൺ, ഡിയിൽ 10 ഇലക്ട്രോൺ, എഫിൽ 14 ഇലക്ട്രോൺ, മൊത്തം 32 ഇലക്ട്രോൺ. ഇങ്ങനെയാണ് ഇലക്ട്രോണുകൾ എങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഷെല്ലിൽ 1 സബ് ഷെൽ, രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെൽ, 2s 2p. മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെൽ, 3s 3p 3d. നാലാമത്തെ ഷെല്ലിൽ 4 സബ് ഷെൽ, 4s 4p 4d 4f. ഇത്രയും മനസ്സിലായില്ലേ? ഇനി ഞാൻ ഓരോ എലമെന്റ്സ് ആയിട്ട് എടുത്തിട്ട് അതിന്റെ സബ് ഷെല്ലിന്റെ ഇലക്ട്രോൺ വിന്യാസം ഞാൻ എഴുതി, ഷെല്ലുകള് സബ് ഷെല്ലുകള് ഇവ മനസ്സിലാക്കിയ ശേഷം നമുക്കൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. എങ്ങനെയാണ്? ഇപ്പൊ ലിഥിയം എന്ന് പറയുന്ന എലമെന്റ് എടുക്കാം. ലിഥിയം എന്ന് പറയുന്ന എലമെന്റില് 3 ഇലക്ട്രോണുകളാണുള്ളത്. ഇതിന്റെ ആറ്റോമിക് നമ്പർ 3 ആണ്. അപ്പൊ 3 ഇലക്ട്രോണുകളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. ഇപ്പൊ ലിഥിയത്തിന് എന്തായാലും ന്യൂക്ലിയസിന്റെ ഏറ്റവും അടുത്ത ഒരു ഷെൽ ഉണ്ടാവും. ആ ഷെല്ലിന്റെ പേരെന്താണ്? കെ ഷെൽ, അതായത് ഒന്നാമത്തെ ഷെൽ. ഒന്നാമത്തെ ഷെല്ലിൽ എത്ര സബ് ഷെൽ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? ഒന്നാമത്തെ ഷെല്ലില് എസ് 1s എന്ന് പറയുന്നത് സബ് ഷെൽ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഷെല്ലില് 2s 2p, അതായത് എസ് പി ഡി, 2s 2p ആണുള്ളത്. മൂന്നാമത്തെ ഷെല്ലില് 3s 3p 3d ആണുള്ളത്. നാലാമത്തെ ഷെല്ലില് 4s 4p 4d 4f ഇങ്ങനെയാണുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം. ലിഥിയത്തിലെ 3 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ ലിഥിയത്തിന് ഒരു ഷെല്ലെടുത്താൽ 1s എന്ന് പറയുന്ന ഒരു സബ് ഷെൽ മതി. അപ്പൊ 1s എന്ന് പറയുന്ന സബ് ഷെൽ, ഒന്നാമത്തെ ഷെല്ലാണ്. 1s എന്ന് പറയുന്ന സബ് ഷെൽ ഉണ്ട്. ആ സബ് ഷെൽ 2 ഇലക്ട്രോണിലേക്ക് കൊള്ളുക, 1s2. ലിഥിയത്തിന് 3 ഇലക്ട്രോൺ ഇല്ലേ? ഇനി 1 ഇലക്ട്രോൺ ബാലൻസ് ഇല്ലേ? അപ്പൊ ഒരു സബ് ഷെല്ലില് 2 ഇലക്ട്രോൺ കൊള്ളും. ഒരു ഷെല്ലിൽ കയറി, ആ ഷെല്ലിൽ സബ് ഷെല്ലുണ്ട്, അത് 2 ഇലക്ട്രോൺ കൊള്ളും. 2 ഇലക്ട്രോൺ അതിനകത്ത് കയറി ആ ഷെല്ല് നിറഞ്ഞു. ഇനി ആ ഷെല്ല് നിറഞ്ഞ ശേഷം തൊട്ടടുത്ത ഷെല്ലിൽ പോകും, അതായത് രണ്ടാമത്തെ ഷെല്ലിൽ പോകും. രണ്ടാമത്തെ ഷെല്ലില് ഏതെല്ലാം സബ് ഷെല്ലുണ്ട്? രണ്ടാമത്തെ ഷെല്ലില് 2s എന്ന് പറയുന്ന സബ് ഷെല്ലും 2p എന്ന് പറയുന്ന 2 സബ് ഷെല്ലുകളുണ്ട്. ഈ 2s 2 ഇലക്ട്രോൺ കൊള്ളും, 2p 6 ഇലക്ട്രോണുകൾ കൊള്ളും. നമുക്ക് 1 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. ആ 1 ഇലക്ട്രോൺ 2s പോയി, 2s. ഈ 2s ഇനി 1 ഇലക്ട്രോൺ കൂടി കൊള്ളും. പക്ഷെ ആ ഇലക്ട്രോണുകൾ ഇല്ല, കാരണം ആകെ 3 ഇലക്ട്രോണേ ഉള്ളൂ. ഒന്നാമത്തെ ഷെല്ലിലെ 1s എന്ന് പറയുന്ന സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ പോയി. രണ്ടാമത്തെ ഷെല്ലിലെ 2s എന്ന് പറയുന്ന സബ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ പോയി, 3 ഇലക്ട്രോൺ ആയി. ഇത് വേണ്ട, ഈ ഷെല്ല് അവിടെ ആവശ്യമില്ല, ഈ സബ് ഷെല്ല് അവിടെ ആവശ്യമില്ല. 2s എന്ന് പറയുന്ന 2 സബ് ഷെൽ രണ്ടാമത്തെ ഷെല്ലിനുണ്ടെങ്കിലും 2s എന്ന് പറയുന്ന സബ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ എൻ്റർ ചെയ്തപ്പോൾ തന്നെ ഇലക്ട്രോണുകൾ നമ്മുടെ കൈവശമുള്ള തീർന്നു.
അപ്പൊ ലിഥിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ലിഥിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 1s2 2s1 ആണ്. ഇനി അടുത്ത നമുക്ക് മഗ്നീഷ്യം നോക്കാം. മഗ്നീഷ്യം എന്ന് പറയുന്നത് 12 ആണ്. മഗ്നീഷ്യം എന്ന് പറയുന്നത് 12 ആണ്. 12 ആകുമ്പോൾ ഒന്നാമത്തെ ഷെല്ലില് 1s എന്ന് പറയുന്ന സബ്ഷെൽ ഉണ്ട്, അതിനകത്ത് 2 എണ്ണം പോയി. ഓക്കെ, 12 2 പോയി. ഇനി 10 ബാലൻസ് ഉണ്ട്. രണ്ടാമത്തെ സബ്ഷെല്ലില് 2s 2p രണ്ടാമത്തെ ഷെല്ലില് 2s 2p എന്ന് പറയുന്ന 2 സബ്ഷെല്ലുള്ളത്. അപ്പോൾ ഇതിൽ 2 എണ്ണം കൊള്ളും, ഇതിൽ 6 എണ്ണം കൊള്ളും. അപ്പൊ എത്രയായി? 2 4 10 എണ്ണമായി. അപ്പൊ രണ്ടാമത്തെ ഷെല്ലിൽ നിറഞ്ഞു. ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ്ഷെല്ലുണ്ട് 1s അത് നിറഞ്ഞു. രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ്ഷെല്ലുണ്ട് എസും പിയും. എസിൽ 2 എണ്ണം പോയി, പിയിൽ 6 എണ്ണം പോയി, അത് നിറഞ്ഞു. ഇനി മൂന്നാമത്തെ ഷെല്ലിൽ പോവുകയാണ്. മൂന്നാമത്തെ ഷെല്ലിൽ എന്തൊക്കെയുണ്ട്? 3s എന്ന് പറയുന്ന സബ്ഷെല്ലുണ്ട്, 3p എന്ന് പറയുന്ന സബ്ഷെല്ലുണ്ട്, 3d എന്ന് പറയുന്ന സബ്ഷെല്ലുണ്ട്. അപ്പൊ 3s 3s എത്ര എണ്ണം കൊള്ളൂ? 2 എണ്ണം കൊള്ളൂല്ലേ? ഇപ്പോ 2 2 4 6 4 10. ഇനി 2 എണ്ണം കൂടെ പോരെ? 3p എന്ന് പറയുന്ന 3 എന്ന് പറയുന്ന ഷെല്ലിലെ 3p എന്ന് പറയുന്ന സബ്ഷെല്ലും 3d എന്ന് പറയുന്ന സബ്ഷെല്ലും അങ്ങോട്ട് ചെല്ലുവാൻ ഇലക്ട്രോണുകൾ നമ്മുടെ കൈവശം ബാക്കിയില്ല, തീർന്നു. അപ്പോൾ മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയാം 1s2 2s2 2p6 3s2. ഇനി അടുത്ത് നമുക്ക് സ്കാൻഡിയം. ഇതാണ് സ്കാൻഡിയം. സ്കാൻഡിയം എന്ന് പറയുന്നത് 21 ആണ്. അതിന്റെ ഈ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 21 ആണ്. ആറ്റോമിക് നമ്പർ 21 ആകുമ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണവും 21 ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. അതിനകത്ത് എന്തുണ്ട്? ഒന്നാമത്തെ ഷെല്ലില് സബ്ഷെല്ലാണ് 1s. 1s 2 എണ്ണം പോയി. രണ്ടാമത്തെ ഷെല്ലില് 2s ഉണ്ട് 2p ഉണ്ട്, 2 എണ്ണം പോയി, 6 എണ്ണം പോയി. മൂന്നാമത്തെ ഷെല്ലില് 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. അപ്പൊ 2 2 4 6 4 10. ഇനി എസിൽ എത്ര പോവും? എസില് 2 എണ്ണം പോവും, 12. പിയിൽ എത്ര എണ്ണം പോവും? പിയില് 2 4 10 12 21 ആണ്. പിയിൽ എത്ര എണ്ണം പോവും? പിയിൽ 6 എണ്ണം പോവും. അപ്പൊ 2 2 4 10 12 18 ആയി. ഇനി 3 ഇലക്ട്രോൺ കൂടി ഉണ്ട്. അത് 3Dയിലാണ് പോകേണ്ടത്. എന്നാൽ അത് 3Dയിലല്ല പോവുക. 1s ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, നാലാമത്തെ ഷെല്ലിൽ എന്തുണ്ട്? 4s 4p 4d 4f. നാലാമത്തെ ഷെല്ലില് ഇനി 3 ഇലക്ട്രോൺ കൂടി ബാലൻസ് ഉണ്ട്. ആ 3 ഇലക്ട്രോണില് 2 ഇലക്ട്രോണുകൾ പോവുക 4sലാണ്. 2 ഇലക്ട്രോണുകൾ പോവുക 4sലാണ്. പിന്നെയുള്ള ഒരെണ്ണമാണ് എന്ത്? 3Dയിലേക്ക് വരിക. ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. കാരണം ഈ ഇലക്ട്രോണുകൾ നിറയുന്നത് എനർജി ഏറ്റവും കുറവുള്ളതിൽ ആദ്യം നിറയും, പിന്നെ അതിൽ കൂടുതലുള്ളത്. ഇലക്ട്രോണുകൾ നിറയുന്നത് എനർജി ഊർജം കുറവുള്ളതിൽ ആദ്യം നിറയും, പിന്നെ ഊർജം കൂടിയത്, പിന്നെ അതിന്റെ ഊർജം കൂടിയത്. അങ്ങനെ വരുമ്പോൾ 1sനാണ് എനർജി ഏറ്റവും കുറവ്, അത് നിറയും. പിന്നെ 2sന്, പിന്നെ 2pക്ക്, പിന്നെ 3sന്, പിന്നെ 3pക്ക്, പിന്നെ 3dക്കല്ല, പിന്നെ 4sന്, പിന്നെയാണ് 3dക്ക്. അപ്പൊ 3Dയേക്കാൾ ഊർജം കുറവാണ് 4sന്. അതുകൊണ്ട് 4sലോട്ട് പോയി. അപ്പൊ നമുക്ക് ഇത്രയും നല്ല എളുപ്പമായിരുന്നു എഴുതാൻ, അല്ലെ? ഇത് നല്ല എളുപ്പമായിരുന്നു. 1s 2s 2p, പിന്നെ 3s, പിന്നെ ഉണ്ടെങ്കിൽ 3p. 3D എഴുതാൻ പോകുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക, അത് 3Dയിലേക്ക് പോവില്ല, അത് 4sലേക്കാണ് പോവുകയുള്ളൂ. അപ്പൊ ഇതിന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടോ? നമുക്ക് ഇത് മനസ്സിലാക്കാൻ എങ്ങനെ പോകുമെന്ന് അറിയാൻ കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടോ? അപ്പൊ അത് അവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പറയാം. നമുക്ക് സോഡിയം, ഒരു അലൂമിനിയം നമുക്ക് എഴുതി വെക്കാം. അലൂമിനിയം എന്ന് പറയുന്നത് 13 ആണ്. അത് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം? 1s2 ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ്ഷെൽ ഉണ്ട്, s ആണ് 2 നിറഞ്ഞു. രണ്ടാമത്തെ സബ്ഷെല്ലില് 2s ഉണ്ട് 2p ഉണ്ട്. 2sൽ 2 എണ്ണം പോയി, 2pയിൽ 6 എണ്ണം പോയി. 6 2 8 2 10. പിന്നെ 3ല് 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. 3sൽ 2 എണ്ണം പോയി. 2 2 4 10 12. ബാക്കിയുള്ള ഒരെണ്ണം പിയിൽ പോയി. ഇത് വേണ്ട. ഇതാണ് അലൂമിനിയം 13 എന്ന് പറയുന്നത്. ഇനി ക്ലോറിൻ 17 നമുക്ക് നോക്കാം. 1s ഉണ്ട് 2, 2s ഉണ്ട് 2p ഉണ്ട്. ഇതിൽ 2 എണ്ണം പോയി, ഇതിൽ 6 എണ്ണം പോയി. ഓക്കെ. ഇനിയോ 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. മനസ്സിലായില്ലേ? 3sൽ 2 എണ്ണം പോയി. നോക്കുക. 2 2 4 10 12 17. ഇനി ഒരു 5 എണ്ണം കൂടി ഉണ്ട്. 5 എണ്ണം പിയിലേക്കും
കണ്ടോ, ക്ലോറിൻ 17 മനസ്സിലായില്ലേ, അലുമിനിയം മനസ്സിലായി, ക്ലോറിൻ മനസ്സിലായി. ഇനി നമുക്ക് സോഡിയം നോക്കാം. സോഡിയം നോക്കാം. സോഡിയം എന്ന് പറയുന്നത് 11 ആണ്. സോഡിയം 11 ആണ്. അപ്പോൾ 1s 2 പോയി, 2 2s ഉണ്ട്, 2p ഉണ്ട്. 2s 2 പോയി, 2p 6 പോയി. മനസ്സിലായല്ലോ. മൂന്നാമത്തെ ഷെല്ല് 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. 2 2 4 6 4 10. ഇനി ഒരെണ്ണം കൂടെ മതി, അത് 3s പോയി ഒരെണ്ണം. ഇങ്ങോട്ടൊന്നും പോകാനില്ല, മാറ്റി കളഞ്ഞു. കണ്ടോ, ഇപ്പോൾ നമ്മള് ആ 3D വന്നപ്പോൾ മാത്രം ഒരു കൺഫ്യൂഷൻ വന്നു. 3Dയിൽ പോകാൻ നേരെ 4sലോട്ട് 2 പോയി, നിറഞ്ഞ ശേഷം 3Dയിൽ വന്നു. അത് എന്തുകൊണ്ട് എന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ച് തരും. അതൊഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്കറിയാം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ അടുത്ത പാർട്ടിനായിട്ട്